വേളയിൽ വെടിയേറ്റ് പിടഞ്ഞു വീണ് മരിച്ച് സാർത്ഥകമാക്കിയ സ്വാതന്ത്ര്യം. എന്തിനായിരുന്നു കുട്ടരെ ഈ സ്വാതന്ത്ര്യം എന്നോർത്തു പോവുകയാണ് രാജ്യത്തെ പിന്നോക്കക്കാർ. രാജ്യത്ത് ഭക്ഷണം പോലും നിഷേധിക്കപ്പെടുന്ന ആളുകൾ. 500 ഇറച്ചി സൂക്ഷിച്ചാൽ അഖ്ലാഖിനെ കൊല്ലണം. എന്നാൽ പശുവിനെയും പോത്തിനെയും ഒക്കെ കൂട്ടം കൂട്ടമായി അറുത്ത് ആ ഇറച്ചി നന്നായി പാക്കറ്റാക്കി ആ ഗൾഫിലേക്ക് അയച്ച് അത് കയറ്റി പണമുണ്ടാക്കി വരുന്ന RSSകാർ വാഴ്ത്തപ്പെടുകയാണ്. ആരാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധരായ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനി? എല്ലാം RSSന്റെ കൈകളിൽ ഭദ്രമാ. ഒന്നാമത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇറച്ചി കയറ്റുമതി ചെയ്യുന്നത് സുരേഷ് അഗർവാൾ എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ നാട്ടിലെ ഗുജറാത്തിലെ RSSകാരൻ, നരേന്ദ്രമോദിയുടെ ഇഷ്ടത്തോഴനാ. അദ്ദേഹത്തിന്റെ കമ്പനിയുടെ പേര് അൽ കബീർ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന. കേട്ടാ തോന്നും ഏതോ നല്ല മുസൽമാന്റെ കമ്പനിയാണെന്ന. സുരേഷ് അഗർവാൾ എന്ന RSSകാരന്റെ അൽ കബീർ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ ആയിരക്കണക്കിന് പോത്തുകളെയും ആയിരക്കണക്കിന് പശുക്കളെയും അറുത്ത് അത് നന്നായി പൊതിഞ്ഞ് ഗൾഫിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കയറ്റി അയച്ച് പണമുണ്ടാക്കുമ്പോ പശുവർക്ക് പ്രശ്നമല്ല. പശുവർക്ക് അന്നേരം അറക്കപ്പെടേണ്ടതാണോ അല്ലേ എന്ന് തർക്കമില്ല. എന്നാൽ അഖ്ലാഖ് ഒരു 500 ഇറച്ചി തന്റെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ തല്ലിക്കൊല്ലണമെന്ന നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ ഫാസിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. രണ്ടാമത്തെ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ മുതലാളി ബിജെപിയുടെ MLA സംഗീത് സോമിന്റെ പേരിലാ രണ്ടാമത്തെ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനി. ആ കമ്പനിയുടെ പേര് അൽ ദുആ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന. അതും കേട്ടാ തോന്നും ഏതോ മാപ്പിള നടത്തുന്ന ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനിയാണെന്ന. പക്ഷെ അത് നടത്തുന്നതും RSSകാരനായ ബിജെപിയുടെ MP ആയ സംഗീത് സോം. അങ്ങനെ ഇന്ത്യയിലെ പ്രസിദ്ധമായ 4 എക്സ്പോർട്ടിംഗ് കമ്പനികളുടെ മുതലാളിമാർ നരേന്ദ്രമോദിയുടെ തോഴന്മാർ. അവർക്ക് എത്ര വേണമെങ്കിലും പോത്തിനെ ഇറക്കാം, അവർക്ക് എത്ര വേണമെങ്കിലും പശുവിനെ ഇറക്കാം. അന്നേരം അവർക്കിത് പ്രശ്നമാകുന്നില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സാധു ഒരു ഇറച്ചി ലേശം സൂക്ഷിച്ചാൽ അവനെ തല്ലിക്കൊല്ലണമെന്ന് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ലീഗ് പാർട്ടിയുടെ ഈ ജാഥ പ്രസക്തമാകുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു സംഗതിയുണ്ട്. ബീഫുമായി ബന്ധപ്പെട്ട് വിഷയമുണ്ടായപ്പോ CPMകാർ ശ്രമിച്ചത് മുസ്ലിംകളുടെ വൈകാരികതയെ ചൂഷണം ചെയ്യാനാണ്. അതിനവർ കേരളം മുഴുക്കെ ബീഫ് ഫെസ്റ്റിവൽ ആഘോഷിച്ചു. നന്നായി. കേട്ടാൽ തോന്നും, കണ്ടാൽ തോന്നും ബീഫ് ഇസ്ലാമിന്റെ എന്തോ ദേശീയ മൃഗമാണെന്നോ അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വലിയ സംഭവമാണെന്ന് തോന്നിപ്പോകും. തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഒരു സംഗതി മറ്റെല്ലാവർക്കും ഉള്ളതുപോലെ സാമാന്യം രുചികരമായ ഇറച്ചി എന്നതിനപ്പുറത്തേക്ക് ബീഫ് ഇസ്ലാമായിട്ട് ഒരു ബന്ധമില്ല. അള്ളാന്റെ പ്രവാചകന്റെ കാലത്തോ പിന്നീടോ ഇസ്ലാമിൽ ബീഫിനെ ബലിയെറുത്തിട്ടില്ല. 2 മൃഗങ്ങളെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ബലിയെറുത്തത്. ഒന്ന് ഒട്ടകവും മറ്റൊന്ന് ആടുക. ബീഫും നമ്മളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. ആകളൊരു കുഴപ്പം വെള്ളിയാഴ്ച ദിവസം നമ്മളത് വാങ്ങിക്കൊണ്ടുപോകുന്നു എന്നാ. അതുകൊണ്ട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു വെള്ളിയാഴ്ച ജുമാ ഫർദായ മാതിരി ബീഫും ഫർദാണ് എന്ന് അറിയാതെ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചു പോയി. അങ്ങനെ തെറ്റിദ്ധരിച്ച ആളുകളെ അവരുടെ വൈകാരികതയെ ചൂഷണം ചെയ്ത് വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMകാർ നന്നായി ഉപയോഗിച്ച ഒരു സംഗതിയാണ് ബീഫ്. അതിൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരോടാണ് പറയേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ വൈകാരികതയിൽ തൊട്ടല്ല കളിക്കേണ്ടത്. നിങ്ങൾ വിവേകപൂർണമായി അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എന്നാൽ ഫാസിസം പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോ CPM പുറഞ്ഞിരിഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് CPMനോട് വിയോജിക്കേണ്ടി വരുന്നത്. ഞങ്ങൾക്ക് അന്ധമായ CPM വിരോധമില്ല. പക്ഷെ CPMനോട് നിങ്ങൾ നല്ല വർത്തമാനം പറയും, നിങ്ങൾ ബീഫ് ഫെസ്റ്റിവൽ ആഘോഷിക്കും. പക്ഷേ മലയാളക്കരയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഒരു ചരിത്രം കൂടി പറന്നു. എന്താണ് ആ ചരിത്രം? നാളിതുവരെ മലയാളിയുടെ മതേതര പ്രബുദ്ധത കാത്തുപുലർത്തിയ ഒരു സംഗതി ഉണ്ടായിരുന്നു. മലയാളക്കരയുടെ ഒരു നഗരസഭയുടെയും അധ്യക്ഷ പദവിയിൽ ഒരു BJPക്കാരനെ ഇരുത്താൻ നമ്മൾ അനുവദിച്ചിട്ടില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ മലയാളക്കരയിൽ പാലക്കാട് നഗരസഭയുടെ അധ്യക്ഷ പദവിയിൽ താമര വിരിയ എങ്ങനെ സാധ്യമായത്? അതാണ് പരിശോധിക്കേണ്ടത്. 24 അംഗങ്ങൾ BJPക്കാർക്ക്, 20 അംഗങ്ങൾ കോൺഗ്രസിന്, 8 അംഗങ്ങൾ CPMന്. 24 അംഗങ്ങളുടെ BJP മത്സരിച്ചു. സ്വാഭാവികമായും CPMകാർ ആഗ്രഹിക്കുന്നത് BJP വരരുത്, അങ്ങനെ ഒരു അധ്യക്ഷ പദവിയിൽ താമര ചിഹ്നത്തിൽ ഒരാൾ ഉണ്ടാകരുത് എന്ന് CPM ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ എന്തായിരുന്നു നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? 20 അംഗങ്ങളുടെ കോൺഗ്രസിന്റെ മുന്നണി മത്സരിക്കുമ്പോ 8 അംഗങ്ങളുടെ നിങ്ങൾ മത്സരിക്കാൻ മെനക്കെടുതായിരുന്നു. നിങ്ങളുടെ 8 വോട്ട് ചോദിക്കുക പോലും ചെയ്യരുതായിരുന്നു.
അങ്ങനെ നിങ്ങൾ ഫ്രീ ആയി കൊണ്ടുപോയി കൊടുക്കുകയും അങ്ങനെ കോൺഗ്രസ് 20 കൂട്ടണം 8 = 28, അത് 24 വലുതാണ് എന്ന് CPM-ന് അറിയാഞ്ഞിട്ടല്ലോ. അങ്ങനെ BJP-യെ തോൽപ്പിക്കേണ്ടിയിരുന്നു. ചെയ്തില്ല നിങ്ങൾ. മറിച്ച് നിങ്ങൾ 8 ആളുകളെ വെച്ച് നിങ്ങൾ മത്സരിച്ചു. നിങ്ങൾക്ക് 8 വോട്ട് കിട്ടി, 20 വോട്ട് കോൺഗ്രസിന് കിട്ടി, 24 വോട്ട് BJP-ക്ക് കിട്ടിയപ്പോ BJP-യുടെ അധ്യക്ഷ പാലക്കാട് നഗരസഭയിൽ ഇരിക്കുന്നു. അത് മലയാളക്കരയിൽ ചരിത്രമായി മാറുകയാണ്. ആരാണ് കുട്ടനെ ഉത്തരവാദി? ഇവിടെയാണ് ഞങ്ങൾക്ക് CPM-നോട് വിയോജിക്കേണ്ടി വരുന്നത്. ഇന്ത്യ മുഴുക്കെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ്. ബീഹാറിൽ CPM വലിയ പാർട്ടിയല്ല. CPM-ന് വലുതായി എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. എന്നാലും CPM ചെയ്യേണ്ടത് അവിടെയും ചെയ്തില്ല. രാജ്യത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷത്തിന്റെ അഹന്തയിലേക്ക് വരുന്നതും നമ്മുടെ ചെറിയ ജാഗ്രത കുറവ് കൊണ്ടാ. ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുസ്ലിം ലീഗ് പറഞ്ഞു ഞങ്ങളൊരു ചെറിയ പാർട്ടിയാ. പക്ഷെ അന്ന് ഞങ്ങൾ പറഞ്ഞു രാജ്യത്ത് 2 സാധ്യതകളാണുള്ളത്. രാജ്യത്ത് 2 സാധ്യതയാ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP വലിയ ആരവം മുഴക്കി വരുന്നു. അതിനെ എതിരിടാൻ കോൺഗ്രസ് മെലിഞ്ഞൊട്ടി. കോൺഗ്രസിന് ഒറ്റയ്ക്ക് സാധ്യമല്ല. ദുർബലമായി വരുന്നു കോൺഗ്രസ്. ഉത്തരേന്ത്യൻ മരുഭൂമികളിലൊക്കെ കോൺഗ്രസ് ദുർബലമാവുകയാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ മതേതര ഇന്ത്യയെ ശക്തിപ്പെടുത്താൻ എല്ലാ മതേതര പാർട്ടികളും എല്ലാ ഭിന്നതകളെയും മറന്ന് ഒന്നിക്കണേ എന്ന് ലീഗ് പറഞ്ഞു. കേട്ടില്ല. ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവും മായാവതിയും ഒന്നിച്ചിരുന്നുവെങ്കിൽ 80 അംഗങ്ങൾ വരേണ്ടിയിരുന്ന ഉത്തർപ്രദേശിൽ നിന്ന് 72 ആളുകൾ BJP ആകുമായിരുന്നില്ല. 60% മുസ്ലിങ്ങൾക്ക് വോട്ടുള്ള മണ്ഡലത്തിൽ ജയിച്ചത് താമര അടയാളത്തിൽ മത്സരിച്ച BJP. എങ്ങനെ അവിടെയാണ് CPM-നെ ഞങ്ങൾക്ക് കുറ്റപ്പെടുത്തേണ്ടി വരിക? ഞങ്ങൾ പറഞ്ഞു 2 സാധ്യത, ഒന്നുകിൽ BJP അല്ലെങ്കിൽ എല്ലാ മതേതര പാർട്ടികളും ഒരുമിച്ച് നിന്ന് ഒരു മുന്നണി. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് മൂന്നാമത്തെ ഒരു മുന്നണിക്ക് സാധ്യതയുണ്ട്. നിങ്ങളുടെ 3ാം മുന്നണി സ്വപ്നം പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ചപ്പോ ജാഥയുടെ ഉപനായകൻ പ്രിയപ്പെട്ട ഷാജിക്കയും വേദിയിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. അവിടെയും ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ല. നരേന്ദ്രമോദിയെ ചെറുക്കാൻ ലാലു പ്രസാദിനോടും നിതീഷ് കുമാറിനോടും ഒന്നിക്കാൻ ആവശ്യപ്പെട്ടു. കേട്ടില്ല. എന്താ അവർ കരുതിയത്? 3ാമത്തെ മുന്നണി വന്നാൽ ലാലു കരുതി എനിക്ക് പ്രധാനമന്ത്രിയാകാം, നിതീഷ് കരുതി എനിക്ക് പ്രധാനമന്ത്രിയാകാം. രണ്ടാളും പരമാവധി സീറ്റുകൾ അവനവന്റെ പാർട്ടിക്ക് കിട്ടട്ടെ എന്ന് കരുതിയപ്പോ അവിടെയും നിങ്ങൾ ഭിന്നിച്ചപ്പോ BJP 32 അംഗങ്ങളുമായി BJP-ക്കാർ 72 + 32 104 എണ്ണ. ബാക്കി 74 അംഗങ്ങളെയാണ് ബാക്കിയുള്ള 27 ഇടങ്ങളിൽ നിന്ന് 27 സംസ്ഥാനങ്ങളിൽ നിന്ന് BJP-ക്ക് ബാക്കി 104 അംഗങ്ങളാ. പ്രഗത്ഭരായ നേതാക്കളൊക്കെ ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ അന്ന് നമ്മുടെ മതേതര പാർട്ടികൾക്ക് സംഭവിച്ച പിഴവിന്റെ ഫലമായി രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ ഏക ഭൂരിപക്ഷത്തിന്റെ അഹങ്കാരത്തിൽ ഫാസിസ്റ്റ് ഭരണകൂടം ഇങ്ങനെ പോകുമ്പോ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബീഫ് തിന്നവനെ തല്ലിക്കൊല്ലുന്നത്, ദളിത് കുട്ടികളെ ദളിത് മക്കളെ ചുട്ടുകൊല്ലുന്നത് ഒക്കെ മലയാളി കേട്ടുശീലിച്ചത് ഉത്തർപ്രദേശിലെയും ഉത്തരേന്ത്യയിലെയും രാഷ്ട്രീയമായിട്ടാ. എന്നാൽ കാര്യങ്ങൾ മാറുകയാ. മലയാളക്കരയിലേക്കും നമ്മൾ നേരത്തെ അഭിമാനത്തോടെ പറയാനുള്ള മലയാളിയുടെ പ്രബുദ്ധതയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് മലയാളക്കരയിലേക്കും ഈ വർഗീയതയുടെ രാഷ്ട്രീയം BJP-ക്കാർ നാളിതുവരെ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ ആ പുതിയ ശീലങ്ങളെ മലയാളി കേൾക്കാൻ ആഗ്രഹിക്കാത്തത്, മലയാളി നാളിതുവരെ ശീലിച്ചിട്ടില്ലാത്തത് മലയാളിയെ ശീലിപ്പിക്കാൻ അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയാൻ നേരത്തെ നമ്മളൊക്കെ ചെറിയൊരു അറപ്പുണ്ടായിരുന്നു. പച്ചക്ക് വർഗീയത പറയാൻ ഈ നാട്ടിൽ അതിന് പോലും മടിയില്ലാത്ത വിധം പച്ചക്ക് വർഗീയത പറയാൻ ആളുകൾക്ക് മടിയില്ലാത്ത വിധം പ്രിയപ്പെട്ട ബാബാ സാഹിബ് തുടങ്ങി മുഴുക്ക നേതാക്കന്മാർ. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ വർഗീയത പറയാൻ മടിയില്ലാത്ത ഒരു നാടാക്കി കേരളത്തെയും മറ്റ് വെള്ളത്തിന് തീപിടിക്കുന്ന വർത്തമാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അത്തരമൊരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് പാർട്ടിക്ക് തെരഞ്ഞെടുപ്പാണല്ലോ പടിവാതിൽക്കൽ. ഈ പടിവാതിൽക്കൽ ഒരു തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോ തെരഞ്ഞെടുപ്പിന് കൊടുപ്പേക്കുന്ന മുദ്രാവാക്യം വിളിക്കാമായിരുന്നു. അങ്ങനെ ഒരു മുദ്രാവാക്യം തേടിപ്പോകാതെ മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിക്കുന്നതിന് പിന്നിലെ സാങ്കത്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇങ്ങനെ മലയാളക്കരയിൽ ക്ഷേത്രങ്ങളുടെ ഉത്സവ പറമ്പുകളിൽ കച്ചവട സ്ഥാപനവുമായി കച്ചവട ആവശ്യവുമായി മുസ്ലിങ്ങൾ വരരുത് എന്നാളുകൾ പറഞ്ഞു തുടങ്ങുകയാണ്.
നാളെ ഇനി ആരെങ്കിലും നേർച്ച സ്ഥലത്ത് കുപ്പിവളകളുമായി ഹിന്ദു കച്ചവടക്കാർ വരരുത് എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. ആ തരത്തിലേക്ക് ഈ നാട് പോകുമ്പോ അതല്ല ഈ നാടിന്റെ പാരമ്പര്യം, അതല്ല ഈ നാടിന്റെ സംസ്കാരം എന്ന് മലയാളിയെ ഓർമ്മപ്പെടുത്താൻ, മലയാളിയെ ബോധ്യപ്പെടുത്താൻ, അങ്ങനെ ഒരു ഈ നാടിന്റെ സംസ്കൃതിയെ അത് തടയാൻ വരുന്നവരെ പ്രതിരോധിക്കാൻ അവിടെയാണ് ലീഗ് പാർട്ടിയുടെ ഈ ജാഥയെ നമ്മൾ കാണേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ച്, നമുക്കറിയാം ഓണക്കാലമായാൽ അയൽക്കാരന്റെ വീട്ടിൽ പോയി സദ്യ ഉണ്ടെന്ന ഇപ്പുറത്തുള്ള ആളുകളെ നമ്മൾ കണ്ടതാ. പെരുന്നാളായാൽ ഇപ്പുറത്തുള്ളവന്റെ വീട്ടിൽ വന്ന് ബിരിയാണി തിന്നുന്ന അയൽക്കാരനെയും നമ്മൾ കണ്ടതാ. ക്രിസ്മസ് വന്നാൽ കേക്ക് മുറിക്കാൻ ഈ രണ്ടയൽക്കാരും ഒരുമിച്ച് അങ്ങേപ്പുറത്ത് ആളുടെ വീട്ടിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടതാ. അങ്ങനെ ഒരു മഹിതമായ പാരമ്പര്യമുണ്ട് ഈ മണ്ണിന്. ആ പാരമ്പര്യത്തെ തല്ലിക്കെടുത്താൻ വരുന്നവർ അവരാരായാലും ഈ നാട്ടില് നേരത്തെ അഭിവന്ദരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ വിവിധ വർണ്ണങ്ങളിലുള്ള, വിവിധ ഗന്ധങ്ങളിലുള്ള പൂക്കൾ ചേർന്ന മനോഹരമായ പൂന്തോട്ടമാണ് ഇന്ത്യ. അവിടെ എല്ലാ പൂക്കളും തല്ലിക്കെടുത്തിയിട്ട് ഒരു പൂവ് മാത്രം മതി എന്ന് വിളിച്ചു പറയുമ്പോ അങ്ങനെ തല്ലിക്കെടുത്താൻ അനുവദിക്കരുത് എന്ന് പറയാൻ, ഈ തളിപ്പറമ്പിന്റെ സംസ്കാരത്തെ, ഈ തളിപ്പറമ്പിന്റെ നന്മയെ തല്ലിക്കെടുത്താൻ വരുന്ന ദുഷ്ടശക്തികളെ പ്രതിരോധിക്കാൻ ഈ നാട്ടിലെ മുഴുക്ക ആളുകളും ഒരുമിച്ച് നിൽക്കണേ എന്ന് പറയാൻ, അതിനാണ് മുസ്ലിം ലീഗിന്റെ ഈ ജാഥ ഈ പ്രദേശത്തിലൂടെ കടന്നു പോകുന്നത്. ഈ ജാഥയെ സ്വീകരിക്കാൻ നിങ്ങൾ കാണിച്ച ആവേശത്തെ അഭിനന്ദിക്കുകയാണ്. ഈ ജാഥയെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മുസ്ലിം ലീഗ് ഒരു സുഹൃതമാണ് കുട്ടരെ, മുസ്ലിം ലീഗ് ഒരു നന്മയാണ്, മുസ്ലിം ലീഗ് നാട്ടിൽ ശാന്തിയാണ്, മുസ്ലിം ലീഗ് സമാധാനമാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രീയം, ഈ സമാധാനത്തിന്റെ, ഈ നന്മയുടെ രാഷ്ട്രീയത്തെ ആളുകളുടെ തലയോട്ടി തല്ലിപ്പൊളിച്ചു തിന്നിട്ട് പൂതി തീരാത്ത രാഷ്ട്രീയ പാർട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യന്റെ കരട് പിടിഞ്ഞ് കുടിച്ചിട്ടും ദാഹം തീരാത്ത ആളുകളെ നമ്മൾ കേൾക്കുന്നുണ്ട്. മനുഷ്യന്റെ ചോര കണ്ടിട്ടും കലിപ്പ് തീരാത്ത ആളുകൾ അടുത്ത ചോരയ്ക്ക് വേണ്ടി കത്തിക്ക് മൂർച്ച കൂട്ടുന്നതും നമ്മൾ അറിയുന്നുണ്ട്. അവിടെയാണ് ലീഗ് പാർട്ടിയെ നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ആളുകൾക്ക് കിടന്നുറങ്ങാൻ വീടില്ലാതിരിക്കുമ്പോ അവന് തല ചായ്ച്ചുറങ്ങാൻ, തലയണ വെച്ചുറങ്ങാൻ പുര കെട്ടിക്കൊടുക്കുന്ന പാർട്ടിയായി ലീഗ് മാറുകയാണ്. ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനില്ല, ഒരു നേരത്തെ മരുന്നിന് പോലും പെടപാടുപെടുമ്പോ അവന് ഗുളികയായി മാറാൻ മുസ്ലിം ലീഗ് പാർട്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ സ്നേഹത്തിന്റെ, നന്മയുടെ രാഷ്ട്രീയത്തെ നാട്ടിൽ ആളുകൾക്കിടയിൽ ഐക്യവും ഭദ്രതയും ഉണ്ടാകാൻ പണിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ സംഘത്തെ സ്വീകരിക്കാൻ ഈ പ്രദേശത്തെ മുഴുക്കെ സുമനസ്കരായ ആളുകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് മുസ്ലിം ലീഗ്.